നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ റിജുരാമൻ. മഹാഭാരതം കഥയിലെ രാമായണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള രാമോപാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണിത്. ഇവിടെ രാമായണമാണ് വളരെ ചുരുക്കി വ്യാസഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള രാമായണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. രാമായണത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 300-ൽ പരം തരത്തിലുള്ള രാമായണങ്ങൾ നിലവിലുണ്ടെന്നാണ്. അപ്പം നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളത് എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയിട്ടുള്ള രാമായണമാണ് മലയാളികൾക്കൊക്കെ പരിചിതമായിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെയുള്ള അനേകം രാമായണങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമായിട്ടും പ്രചാരത്തിലുണ്ട്. അപ്പം കഥകളിൻ്റെ മൂലകഥ ഒരുപോലെയാണെങ്കിലും സംഭവങ്ങളിൽ പലതിലും വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വ്യാസഭഗവാൻ വളരെ ചുരുങ്ങിയ രീതിയിലാണ് ആ ഒരു മഹത് ഗ്രന്ഥത്തിനെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നേരത്തെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരെയും പോലെ തന്നെ യുധിഷ്ഠിരനും തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമസ്ഥിതി ഓർത്തിട്ട് അതിഭയങ്കരമായിട്ടുള്ള വിഷമം വരും, വിഷാദം വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഏതെങ്കിലുമൊക്കെ താപസന്മാർ വന്നിട്ട് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കും. എന്നിട്ട് പറയും, യുധിഷ്ഠിര, രാജാവായിരിക്കുന്നതിൽ നിനക്ക് മാത്രമല്ല ഇങ്ങനെ ആപത്ത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള അനേകം ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയും. അപ്പം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മാർക്കണ്ഡേയ മഹർഷി വീണ്ടും വിഷാദത്തിലായിട്ടുള്ള യുധിഷ്ഠിരനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രാമൻ്റെ കഥ എന്നുള്ള രീതിയിൽ രാമായണം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രാവണനും സീതയും തമ്മിലുള്ള സംവാദമാണ് അവസാനം കേട്ടത്. അപ്പോൾ ആ കബന്ധവധം കേട്ടിരുന്നു. അപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പിലുള്ള വീഡിയോകൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. 4 മാസമായിട്ട് കിഷ്കിന്ധയിൽ സുഗ്രീവൻ്റെ ആതിഥ്യമൊക്കെ സ്വീകരിച്ചിട്ട് ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സുഗ്രീവൻ്റെ ഭാഗത്തു നിന്നും സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ചലനങ്ങളും നടക്കുന്നതായിട്ട് ശ്രീരാമ ഭഗവാന് തോന്നിയില്ല. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരാനിട്ട് എഴുന്നേറ്റ് വന്ന ഉടനെ ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടൂ ലക്ഷ്മണ, താനൊന്ന് കിഷ്കിന്ധയിലെ കൊട്ടാരം വരെ ഒന്ന് പോകണം. നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ സുഗ്രീവൻ അവൻ കാമലോലുപതയിലൊക്കെ അടിമപ്പെട്ട് അവൻ്റെ സ്ത്രീകളോടൊപ്പം പൂർണ്ണമായിട്ടും കാമത്തിൻ്റെ പിടിയിൽ കിടക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് തന്ന വാക്കുകളൊക്കെ അവൻ മറന്നു എന്നാണ് വിചാരിക്കുന്നത്. അവൻ നന്ദിയില്ലാത്തവനാണെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. അവനെ വിശ്വസിച്ച് താമസിച്ച നമ്മളെ അവൻ മണ്ടന്മാരാക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ആ കൊട്ടാരത്തിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സീതയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ബാലിയെ എങ്ങനെയാണോ നമ്മൾ കാലുമുറിക്ക് അയച്ചത് അതുപോലെ തന്നെ അവനെയും നശിപ്പിച്ചേക്കുക. അതല്ല, അവൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സീതയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നന്ദിയുള്ളവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇത് കേട്ടിട്ട് ലക്ഷ്മണൻ തൻ്റെ വില്ലും മൂർച്ചയേറിയ അസ്ത്രങ്ങളുമൊക്കെ എടുത്തിട്ട് കിഷ്കിന്ധയിലേക്ക് യാത്രയായി. കിഷ്കിന്ധയിലെ ആ നഗരത്തിൻ്റെ വാതിൽക്കൽ ലക്ഷ്മണനെ തടയാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലക്ഷ്മണൻ കൊട്ടാരത്തിനടുത്തേക്ക് പോകുന്ന സമയത്ത് ലക്ഷ്മണൻ ക്രുദ്ധനായിട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഭയത്തോടു കൂടിയിട്ട് തന്നെയാണ് സുഗ്രീവൻ ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിനെ രാജകീയമായിട്ട് തന്നെ ക്ഷണിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയതിന് ശേഷം അദ്ദേഹത്തിനെ സ്വീകരിച്ച് കൊട്ടാരത്തിലിരുത്തി പാദാർഘ്യങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. സുഗ്രീവൻ്റെ സത്കാരങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം ലക്ഷ്മണൻ രാമവാക്യം ഒട്ടും മാറ്റമില്ലാതെ തന്നെ സുഗ്രീവനെ അറിയിച്ചു. ഇതെല്ലാം കേട്ടിട്ട് ഭാര്യമാരോടും ഭൃത്യന്മാരോടും ഒപ്പം നിന്നിരുന്ന സുഗ്രീവൻ കൈകൾ കൂപ്പിക്കൊണ്ട് ലക്ഷ്മണനോട് ഉണർത്തിച്ചു, ഭവാനെ, ഇവിടെയുള്ള വാനരവീരന്മാരെ ഞാൻ 4 ദിക്കുകളിലേക്കും സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരെല്ലാവരും അതിപ്രഗത്ഭന്മാരായിട്ടുള്ള വാനരന്മാരാണ്, പ്രത്യേകിച്ചും ചാരപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. 1 മാസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ സാധാരണഗതിയിൽ 5 ദിവസം കൊണ്ട് അവർ തീർത്തിട്ട് വരികയാണ് പതിവ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എല്ലാ വാനരന്മാരെയും 4 ദിക്കുകളിലേക്കായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ ഉടനെ തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സീതാദേവിയെക്കുറിച്ചിട്ടുള്ള വിവരം നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പ്രിയത്തോടു കൂടിയിട്ട് സുഗ്രീവനെ ലക്ഷ്മണൻ അഭിനന്ദിച്ചു. പിന്നെ സുഗ്രീവൻ ഉടനെ തന്നെ തൻ്റെ ഭാര്യയോടൊപ്പം അവിടെ നിന്ന് പുറപ്പെട്ട് ശ്രീരാമൻ താമസിക്കുന്ന
മാല്യവാൻ എന്ന് പറയുന്ന പർവ്വതത്തിൽ ചെന്നിട്ട് ശ്രീരാമ ഭഗവാനെ നേരിട്ട് കാണുകയും ഈ വാർത്തകളെല്ലാം നേരിട്ട് സുഗ്രീവൻ തന്നെ ശ്രീരാമനോട് ഉണർത്തിക്കുകയും ചെയ്തു. പറഞ്ഞ പ്രകാരം 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തെക്ക് ദിക്കൊഴിച്ച് ബാക്കിയുള്ള 3 ദിക്കിൽ നിന്നുമുള്ള വാനരന്മാരെല്ലാവരും തിരിച്ചു വന്നു. അവർ എല്ലാ ദിക്കിലും വളരെ വിശദമായിട്ട് അന്വേഷിച്ചു. പക്ഷേ അവിടെയൊന്നും സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയതിൻ്റേതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും അവർക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഈ 3 ദിക്കിലും സീതാദേവിയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് ആ ചാരവൃത്തിയിൽ വിദഗ്ധരായിട്ടുള്ള വാനരന്മാർ വന്ന് സുഗ്രീവൻ്റെയും ശ്രീരാമൻ്റെയും അടുത്ത് ഉണർത്തിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇനി തെക്ക് ദിക്കിലുള്ളവരും കൂടി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, തെക്ക് ദിക്കിൽ നിന്നും ആൾക്കാർ വരാനുണ്ടല്ലോ, അതൊരു പ്രതീക്ഷയായിട്ട് ശ്രീരാമനും സുഗ്രീവനും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഭൃത്യന്മാർ കിതച്ചുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഭവാനെ, തെക്ക് ദിക്കിലേക്ക് പോയ ഹനുമാനും അങ്കദനും അടങ്ങുന്ന സംഘം തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങ് സൂക്ഷിച്ചിരുന്ന മധുവനം മുഴുവനും തകർത്ത് അവിടെയുള്ള ആഹാര സാധനങ്ങളെല്ലാം അവരെ ഇഷ്ടം പോലെ കഴിച്ചിരിക്കുകയാണ്. ആ വനം മുഴുവൻ അവർ തകർത്തിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ വളരെ പ്രീതിയോട് കൂടിയിട്ട് പറഞ്ഞു, അവരെ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ട്. അതിൻ്റെ സന്തോഷ പ്രകടനം കൊണ്ടാണ് അവരെ ആ മധുവനം മുഴുവൻ നശിപ്പിച്ചത്. അപ്പോൾ ആ ഭൃത്യൻ വിചാരിച്ചതുപോലെ സുഗ്രീവന് കോപമൊന്നും ഉണ്ടായില്ല, പകരം പ്രീതിയാണ് ഉണ്ടായത്. അതിനുശേഷം അവരെ ഹനുമാനും സംഘവും വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹനുമാനും സംഘവും ഉറപ്പായിട്ടും സീതാദേവിയെ കണ്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു രാഘവൻ അപ്പോൾ അവിടെ സന്തോഷത്തോടു കൂടിയിട്ട് ഇരുന്ന് ചിന്തിച്ചത്. മാല്യവാൻ എന്ന് പറയുന്ന പർവ്വതത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവാദികളും ഇരിക്കുന്ന സ്ഥലത്തേക്ക് തെക്ക് ദിക്കിലേക്ക് സീതാദേവിയെ തിരക്കാൻ വേണ്ടിയിട്ട് പോയ ഹനുമാന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. അവരുടെ മുഖഭാഗവും ഉത്സാഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ സീതാദേവിയെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഏകദേശം രാഘവനും സുഗ്രീവനും ഉറപ്പിച്ചു. തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വണങ്ങി നിൽക്കുന്ന ഹനുമാനോട് രാമൻ ചോദിച്ചു, എടോ ഹനുമാനെ, നീ എന്നെ ജീവിപ്പിക്കുമോ? എൻ്റെ ശത്രുക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കുമോ? വൈദേഹിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നീ തരുന്ന വിവരങ്ങൾ എന്നെ സഹായിക്കുമോ? എൻ്റെ ശത്രുക്കളെ കൊല്ലാനും വൈദേഹിയോടൊപ്പം എൻ്റെ രാജ്യമായിട്ടുള്ള അയോധ്യയിലേക്ക് തിരിച്ചു പോകാനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നീ ചെയ്തു തരുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭക്തിയോട് കൂടിയിട്ട് കൈകൾ കൂപ്പി നിന്ന ഹനുമാൻ ശ്രീരാമ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾ തെക്ക് ദിക്കിലേക്കാണ് പോയത്. കാട്ടിലൂടെ വളരെ ദൂരം യാത്ര ചെയ്തിട്ട് തളർന്നു വലഞ്ഞ് ഞങ്ങൾ ഒരു ഗുഹയുടെ തീരത്ത് നിന്നു. ആ ഗുഹയിലൂടെ ഞങ്ങൾ 100 യോജന യാത്ര ചെയ്തു. യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു കൊത്തളമൊക്കെ കണ്ടു. പ്രഭാവതി എന്ന് പറയുന്ന ഒരു താപസി അവളുടെ തപോശക്തിയിലൂടെ നിർമ്മിച്ചതായിരുന്നു ആ കൊട്ടാരം. അവിടെ ഞങ്ങൾ താമസിച്ചതിന് ശേഷം അവർ ഞങ്ങൾക്ക് ഫലമൂലാദികളൊക്കെ തന്നിട്ട് ഞങ്ങളെ സത്കരിച്ചു. അവരുടെ സൽക്കാരമൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം അവർ കാണിച്ചു തന്ന വഴിയിലൂടെ ഗുഹയിലൂടെ ഞങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ തെക്ക് വശത്ത് ആ ഗുഹയുടെ അറ്റത്ത് ഞങ്ങൾ ഒരു കാട്ടിലാണ് വീണ്ടും വന്ന് കയറിയത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ 3 പർവ്വതങ്ങൾ അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. സഖ്യം, ദമം, മലയം എന്നീ പേരിലുള്ള പർവ്വതങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഇതിൽ മലയപർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറി നോക്കിയപ്പോൾ തെക്ക് വശത്തായിട്ട് നീണ്ടു കിടക്കുന്ന കടലാണ് ഞങ്ങൾ കണ്ടത്. അത് കണ്ടതോടുകൂടിയിട്ട് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. 100 യോജന നീളത്തിൽ സമുദ്രം ഇങ്ങനെ നിവർന്നു കിടക്കുകയാണ്. അനേകം മത്സ്യങ്ങളും തിമിംഗലങ്ങളുമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഈ കടൽ കടക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന് ചിന്തിച്ചിട്ട് ഞങ്ങളവിടെ ഹതാശരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആഹാരം പോലും കഴിക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് ഭവാന്റിയൊക്കെ കഥ പറയുന്ന സമയത്ത് ഞങ്ങൾ ജഡായുവിൻ്റെ കഥയും കൂടി പറയുകയുണ്ടായി. ഞങ്ങളിങ്ങനെ ജഡായുവിനെ കുറിച്ചിട്ടും അങ്ങയെക്കുറിച്ചിട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു വലിയ സത്വം പോലെ 2 ചിറകുകളും കരിഞ്ഞ ഒരു പക്ഷി ഞങ്ങളുടെ മുമ്പിലേക്ക് ചാടി വീണു. അവൻ കൊക്കുകൾ കൊണ്ട് ഞങ്ങളെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് വരികയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ആ സമയത്ത് അവൻ ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നിങ്ങൾ ആരാണ്? എൻ്റെ അനുജനായിട്ടുള്ള ജഡായുവിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന നിങ്ങൾ ആരാണ്? ഞാൻ ജഡായുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സമ്പാദിയാണ്. ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് മത്സരിച്ച് സൂര്യൻ്റെ നേരെ പറക്കുകയുണ്ടായി. ആ സമയത്ത് സൂര്യൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 ചിറകുകളും കരിഞ്ഞ് ഞാൻ ഇവിടേക്ക് വീഴുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെയാണ് താമസം. അതിനുശേഷം എനിക്കെൻ്റെ സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടേ ഇല്ല. നിങ്ങളിപ്പോൾ വീണ്ടും എൻ്റെ സഹോദരനെ കുറിച്ചിട്ട് പറയാണ്. നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇതെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് പറയണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞങ്ങൾ കഥകളെല്ലാം അവനോട് വിശദമായിട്ട് പറഞ്ഞു. ജഡായു രാവണൻ്റെ കൈകളാൽ വധിക്കപ്പെട്ട കാര്യവും ഞങ്ങൾ സീതാദേവി അന്വേഷിച്ച് ഇറങ്ങിയ കാര്യവുമെല്ലാം ഞങ്ങൾ വിശദമായിട്ട് സമ്പാദിയോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പക്ഷീന്ദ്രൻ പറഞ്ഞു, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയത് ലങ്കാധിപതനായിട്ടുള്ള രാവണനാണ്. ഇവിടെ നിന്നും 100 യോജന ദൂരെയാണ്, കടലിന് അപ്പുറത്താണ് ലങ്കാധിപതി താമസിക്കുന്ന സ്ഥലം.
അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീതയെ ഉറപ്പായിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സമ്പാദി തുടർന്നു, ഞാൻ ലങ്കയിൽ സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ ത്രികുടം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിലായിട്ട് സമുദ്രതീരത്തിലാണ് ലങ്കാനഗരം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുള്ളതാണ്. ഈ കടൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലങ്കയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഈ കടൽ കടക്കാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ കടക്കും എന്നുള്ള ചർച്ചയായി. അപ്പം ഒരുപാട് പേര് കടൽ ചാടിക്കിടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആർക്കും അതിന് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഹനുമാൻ കഥ തുടരുകയാണ്. അങ്ങനെ കടൽ ചാടിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് എൻ്റെ അച്ഛനായിട്ടുള്ള വായു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ വായുവിലൂടെ എടുത്ത് ചാടി. ആ വരുന്ന വഴിക്ക് കടലിൽ കണ്ട ഒരു രാക്ഷസിയെ ഞാൻ വധിക്കുകയും ചെയ്തു. അങ്ങനെ വായു ഭഗവാന്റെ സഹായത്തോടു കൂടിയിട്ട് ഞാൻ ലങ്കയിൽ എത്തിച്ചേർന്നു. 100 യോജന വിസ്തീർണമുള്ള ആ സമുദ്രം ചാടിക്കടന്നിട്ട് ഞാൻ ലങ്കയിലെ അന്തഃപുരത്തിൽ എത്തിച്ചേർന്നു. അവിടെ അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൃശഗാത്രിയായിട്ട് ദേഹം മുഴുവനും മണ്ണും പുരണ്ട് മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടിയിട്ട് അതീവ ദുഃഖിതയായിട്ട് തലയും താഴ്ത്തിയിരിക്കുന്ന സീതാദേവിയെ ഞാൻ കണ്ടു. ആ മുഖകാന്തി കണ്ടപ്പോൾ തന്നെ അതായിരിക്കും സീതാദേവി എന്നുള്ള ഒരു ഏകദേശ ധാരണ എനിക്കുണ്ടായി. അവളുടെ അടുത്തിരിക്കുന്ന കാവൽ നിൽക്കുന്ന രാക്ഷസിമാരെല്ലാവരും അവിടെ നിന്ന് പോയ സമയത്ത് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ സീതാദേവിയോട് ഉണർത്തിച്ചു, ദേവി, അങ്ങയുടെ ഭർത്താവായിട്ടുള്ള രാമൻ്റെ ദൂതനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വായുപുത്രനായിട്ടുള്ള ഹനുമാനാണ് ഞാൻ. അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വായുമാർഗത്തിലൂടെ ഞാൻ കടൽ ചാടിക്കടന്ന് ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങയുടെ ഭർത്താവും സഹോദരനായിട്ടുള്ള ലക്ഷ്മണനും വാനരശ്രേഷ്ഠനായിട്ടുള്ള സുഗ്രീവൻ്റെ സംരക്ഷണയിൽ അവിടെ സുഖത്തോടു കൂടിയിട്ട് ജീവിക്കുന്നുണ്ട്. എല്ലാ സൈന്യങ്ങളോടും കൂടിയിട്ട് ഭവതിയുടെ ഭർത്താവ് ഭവതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഭവതി ദേവിയെ തന്നെ വിശ്വസിക്കണം. ഞാനൊരു രാക്ഷസൻ വേഷം മാറി വന്നതല്ല. ഹനുമാൻ തുടരുകയാണ്. എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഒരു മുഹൂർത്ത സമയം ചിന്തിച്ചിരുന്നതിന് ശേഷം സീതാദേവി എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭവാൻ ഹനുമാനാണെന്ന് അവിന്ധ്യൻ പറഞ്ഞ പ്രകാരം ഞാൻ ഊഹിച്ചെടുക്കുകയാണ്. വൃദ്ധസമ്മതനായിട്ടുള്ള ഉത്തമ രാക്ഷസനാണ് അവിന്ധ്യൻ എന്ന് പറയുന്നത്. അവിന്ധ്യൻ അങ്ങ് വരുമെന്നുള്ള കാര്യം ത്രിജടയിലൂടെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ത്രിജട നിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സുഗ്രീവനെ കുറിച്ചിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നീ തിരിച്ചു പൊക്കോളുക എന്ന് പറഞ്ഞിട്ട് സീതാദേവി ഈ രത്നം എൻ്റെ കയ്യിൽ തന്നു. ഈ രത്നം കൊണ്ടാണ് സീതാദേവി ഇത്രയും നാളും പ്രാണനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് ജാനകി അവൾക്ക് മാത്രം അറിയാവുന്ന ഒരു കഥയും എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പുരുഷസിംഹമായിട്ടുള്ള ഭഗവാൻ ചിത്രകൂട മഹാഗിരിയിൽ വെച്ചിട്ട് ഒരു കാക്കയുടെ നേരെ ഈഷികാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽക്കൊടിയാകുന്ന അമ്പ് പ്രയോഗിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. ഈ ദൂതാണ് അങ്ങയോട് പറയാൻ വേണ്ടിയിട്ട് സീതാദേവി എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. ഹനുമാൻ തുടരുകയാണ്. പിന്നെ എന്നെ രാക്ഷസന്മാരെ കൊണ്ട് പിടിപ്പിച്ചു. അവരെന്നെ രാവണൻ്റെ മുമ്പിൽ ഹാജരാക്കി. അവിടെ വെച്ചിട്ട് എൻ്റെ ബാലിനെ തീ കൊളുത്തി. ആ സമയത്ത് ഞാൻ ലങ്കാനഗരി മുഴുവനും അഗ്നി കൊണ്ട് ചുട്ടരിച്ചതിന് ശേഷമാണ് ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളത്. ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്ത് അനുമോദിച്ചു. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. മാല്യവാൻ എന്ന് പറയുന്ന പർവ്വതത്തിൽ ഭഗവാൻ ശ്രീരാമൻ ഇരിക്കുന്ന സമയത്ത് സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ലോകത്തുള്ള മുഴുവൻ വാനരന്മാരും അവരുടെ സേനയോടൊപ്പം അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബാലിയുടെ മരുമകനായിട്ടുള്ള സുഷേണൻ്റെ നേതൃത്വത്തിൽ കറുത്ത നിറത്തിലുള്ള വീരന്മാരായിട്ടുള്ള 1000 കോടി വാനരന്മാരാണ് അവിടെ എത്തിച്ചേർന്നത്. വാനരേന്ദ്രന്മാരായിട്ടുള്ള ഗജൻ്റെയും ഗവയൻ്റെയും നേതൃത്വത്തിൽ 100 കോടി വീതം വാനരസേനയും അവിടെ എത്തിച്ചേർന്നു. ഗവാക്ഷൻ എന്ന് പറയുന്ന വാനര രാജാവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു 100,000 കോടി വാനരന്മാർ അവിടെ എത്തിച്ചേർന്നു. ഗന്ധമാദനത്തിൽ വാഴുന്ന വാനര രാജാവായിട്ടുള്ള ഗന്ധമാദനൻ്റെ നേതൃത്വത്തിൽ പിന്നെയും വന്നു ഒരു 100,000 കോടി വാനര വീരന്മാരും കൂടി. അതിബലവാനായിട്ടുള്ള പനസൻ എന്ന് പറയുന്ന വാനര രാജാവിൻ്റെ നേതൃത്വത്തിൽ 32 കോടി വാനര വീരന്മാരാണ് അവിടെ എത്തിച്ചേർന്നത്. ശക്തന്മാരായിട്ടുള്ള 100,000 കരടുകളുമായിട്ടാണ് ജാമ്പവാൻ എന്ന് പറയുന്ന കരടി രാജാവ് അവിടെ എത്തിച്ചേർന്നത്. ഇവരും അവരോടൊപ്പം തന്നെ അസംഖ്യം വാനര വീരന്മാരും തങ്ങളുടെ സേനകളോടൊപ്പം സുഗ്രീവൻ്റെ സേനയുമായിട്ട് ചേർന്നു. പർവ്വതങ്ങളെപ്പോലെ ശരീരമുള്ള ഈ വാനരന്മാരെല്ലാം അതീവ ബലവാന്മാരാണ്. അവർ അവിടെ വന്ന് നിരന്നു കഴിഞ്ഞപ്പോൾ 100,000 യോജന വലിപ്പമുള്ള സമുദ്രം കിടന്ന് ഇളകുന്നത് പോലെ ഈ വാനരന്മാരുടെ വൻപട അവിടെ ഇളകുന്നത് കാണപ്പെട്ടു. അതിൽ ചിലർ പർവ്വത ശരീരം പോലെയുള്ളവരും, ചിലർ സ്വർണ്ണ നിറമുള്ളവരും, ചിലർ വെള്ള നിറമുള്ളവരും,
ചിലരെ കറുപ്പും വെളുപ്പും നിറത്തോടു കൂടിയിട്ടുള്ളവരും, അങ്ങനെ പല വിധത്തിലുള്ള വാനരവീരന്മാരാണ് അവിടെ വന്ന് നിറഞ്ഞിരുന്നത്. അവരെല്ലാവരും തങ്ങളുടെ കഴിവുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഉയർന്നു ചാടുകയും പോർവിളികൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വലിയ തിരമാല കിടന്ന് അതിശക്തമായിട്ടുള്ള കാറ്റിൽ കിടന്ന് ഇളകുന്നത് പോലെയാണ് രാമലക്ഷ്മണന്മാർക്ക് തോന്നിയത്. എല്ലാ ദിക്കിൽ നിന്നും വാനരന്മാർ വന്നു കഴിഞ്ഞപ്പോൾ സുഗ്രീവന്റെ നേതൃത്വത്തിൽ രാമൻ ഈ പടയെ നയിച്ചുകൊണ്ട് കടൽ തീരത്തേക്ക് യാത്രയായി. സൈന്യത്തിൻ്റെ മുഖമായിട്ട് വായുപുത്രനായിട്ടുള്ള ഹനുമാൻ മുമ്പിൽ നിന്ന് നയിച്ചു. മധ്യഭാഗം വീരനായിട്ടുള്ള ലക്ഷ്മണൻ കാത്തു. ഉടുമ്പിൻ തോലി കൊണ്ടുള്ള കയ്യറകളൊക്കെ അണിഞ്ഞ് ശ്രീരാമൻ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ തിളങ്ങി നിൽക്കുന്ന സൂര്യനെ പോലെ പ്രശോഭിച്ചു. വലിയ വൃക്ഷങ്ങളും വലിയ കല്ലുകളും പർവ്വതങ്ങളുടെ ശിഖരങ്ങളുമൊക്കെ ആയുധങ്ങളാക്കി അതുമായിട്ട് ആ വാനരപ്പട ശ്രീരാമചന്ദ്രനെയും ഹനുമാനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും പിന്തുടർന്നുകൊണ്ട് ഒരു കടല് ഇരച്ചു വരുന്നത് പോലെ തന്നെ കടൽ തീരത്തേക്ക് യാത്രയാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. കടലിനടുത്തുള്ള ഒരു കാട്ടിൽ വാനരന്മാരെല്ലാവരും പാർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫലമൂലാദികളും ബാക്കിയുള്ള ഭക്ഷണ വസ്തുക്കളുമൊക്കെ ആ കാട്ടിൽ നിന്ന് അവർക്ക് യഥേഷ്ടം ലഭിച്ചിരുന്നു. എല്ലാവരും വന്നിട്ട് ആ കടൽ തീരത്ത് പാർപ്പുറപ്പിച്ച സമയത്ത് ശ്രീരാമൻ സുഗ്രീവനോടൊപ്പം വാനര ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി. അതിനുശേഷം അവരോട് അഭിപ്രായം ചോദിച്ചു. ഈ കടൽ കടക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തമമായിട്ടുള്ള മാർഗമായിട്ട് തോന്നുന്നത് എന്താണ്? ഇത് 100 യോജന ദൂരമുള്ള കടലാണ്. അത് കടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇത് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങളായിട്ട് തോന്നുന്നത്, അത് നമുക്കിവിടെ ഒന്ന് പങ്കുവെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില വാനരന്മാർ പറഞ്ഞു, നമുക്ക് അനേകം കപ്പലുകളും ചെങ്ങാടങ്ങളും ഉണ്ടാക്കി അതിൽ കയറി നമുക്ക് ആ അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ചില വാനരശ്രേഷ്ഠന്മാർ പറഞ്ഞു, നമുക്ക് ചാടിക്കടക്കാമെന്ന്. അപ്പോൾ മറ്റേലേർ പറഞ്ഞു, എല്ലാവർക്കും അങ്ങനെ ചാടിക്കടക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുള്ളവരില്ല. അതുകൊണ്ട് മുഴുവൻ ആൾക്കാർക്കും ചാടിക്കടന്ന് കടൽ കിടക്കാമെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീരാമ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേട്ടു, പക്ഷേ ഇതൊന്നും പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമൻ തുടർന്നു, ഈ 100 യോജന വലിപ്പമുള്ള ഈ കടലിൽ ചാടിക്കടക്കാൻ വേണ്ടിയിട്ട് എല്ലാ വാനരന്മാർക്കും സാധിക്കുകയില്ല. തന്നെയല്ല, കപ്പലുകളും ചെങ്ങാടങ്ങളും ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വാനരന്മാരെ അക്കരെ കടത്തണമെങ്കിൽ അതും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. തന്നെയല്ല, നമ്മൾ കപ്പലിൽ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആ കപ്പലിൽ വെച്ചിട്ട് തന്നെ നിസാരമായിട്ട് രാവണനെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് അതൊട്ടും പ്രായോഗികമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ സമുദ്രത്തിന് കുറുകെ ഒരു ചിറ കെട്ടുക എന്നുള്ളതാണ്. ഈ മാർഗങ്ങളൊന്നും സാധ്യമല്ലാത്തതുകൊണ്ട് നമുക്ക് ലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗം കാട്ടിത്തരുവാൻ വേണ്ടിയിട്ട് ഞാൻ സമുദ്രത്തിനോട് തന്നെ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നല്ല മാർഗം കാട്ടിത്തരാൻ വേണ്ടിയിട്ട് സമുദ്രത്തിനോട് ഭജിക്കുകയാണ്. ഞാൻ ഉപവാസമെടുത്ത് വ്രതത്തോടു കൂടിയിട്ട് കിടക്കാം. അപ്പോൾ സമുദ്രം നമുക്ക് വഴിമാറിത്തരും. അങ്ങനെ തന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയെയും വായുവിനേക്കാളും ശക്തിയേറിയ അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ സമുദ്രത്തെ ഞാൻ വറ്റിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞിട്ട് രാമൻ ലക്ഷ്മണനോടൊപ്പം ദർഭപ്പുല്ല് വിരിച്ച മെത്തയിൽ കിടന്നുകൊണ്ടുള്ള തപസ് ആരംഭിച്ചു. അങ്ങനെ കിടക്കുന്ന സമയത്ത് രാമന് സ്വപ്നത്തിൽ സാഗരം പ്രത്യക്ഷപ്പെട്ടു. സമുദ്രദേവൻ ജലജീവികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് രാമൻ്റെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വണങ്ങി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാപ്രഭു, ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് എന്ത് ഉപകാരമാണ് ചെയ്തു തരേണ്ടത്? ഐഷാകവംശനുമാണ് ഞാനും. നമ്മൾ രണ്ടുപേരും ഒരേ വംശത്തിലുള്ളതാണ്. ആ നിലയ്ക്ക് നാം ബന്ധുക്കളുമാണ്. അത് വെച്ച് നോക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടിയിട്ട് എന്ത് ഉപകാരമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? രാമൻ പറഞ്ഞു, അല്ലയോ സമുദ്രഭഗവാനെ, എനിക്ക് ഈ വാനരപ്പടയോടൊപ്പം ലങ്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗം അങ്ങ് കാട്ടിത്തരണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കാട്ടിത്തരുന്ന വഴിയിലൂടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ലങ്കാധിപതിയായിട്ടുള്ള രാവണനെ വധിക്കാനും സീതയെ വീണ്ടെടുക്കാനും വേണ്ടിയിട്ട്. അങ്ങ് അതിനുള്ള മാർഗം എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ദിവ്യാസ്ത്രം ഉപയോഗിച്ചിട്ട് ഉറപ്പായിട്ടും ഞാൻ അങ്ങയെ വറ്റിച്ചു കളയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയത്തോടു കൂടിയിട്ട് സമുദ്രഭഗവാൻ രാമൻ്റെ മുമ്പിൽ കൈകൂപ്പിയിട്ട് പറഞ്ഞു, ഞാനൊരിക്കലും അങ്ങയുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കില്ല. ഭഗവാന്റെ വില്ലിൻ്റെ ബലത്താൽ ഞാൻ അങ്ങേക്ക് വഴി തന്നാൽ മറ്റു പലരും വന്ന് വില്ലിൻ്റെ ബലത്താൽ എന്നോട് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ട് ഞാനൊരു ഉപായം പറയാം. അങ്ങയുടെ കൂട്ടത്തിലെ വാനരന്മാരിലെ ശില്പിയായിട്ടുള്ള നളനുണ്ട്. വിശ്വകർമാവിൻ്റെ പുത്രനാണവൻ. അവൻ മഹാശക്തനുമാണ്. അവൻ മരമോ കല്ലോ പുല്ലോ എന്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞാലും ഞാൻ അതിനെ താഴ്ന്നു പോകാതെ താങ്ങി നിർത്തിക്കോളാം. അത് അങ്ങേക്കും അങ്ങയുടെ ഈ മഹത്തായിട്ടുള്ള വാനരസേനയ്ക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചിറയായിട്ട് ഭവിച്ചോളൂ. ഈ സമുദ്രം ഇപ്രകാരം പറഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാമൻ നളനെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നള, നിനക്ക് ചിറകെട്ടാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നീ ചിറകെട്ടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചുകൊള്ളൂ. അങ്ങനെ ആ നളൻ ഒരു വലിയ ചിറ ലങ്കയിലേക്ക് നിർമ്മിച്ചു. ആ ചിറയ്ക്ക് 10 യോജന വീതിയും 100 യോജന നീളവും ഉണ്ടായിരുന്നു. ആ ചിറയെ വെള്ളത്തിലേക്ക് താന്നു പോകാതെ
സമുദ്രഭഗവാൻ ഉയർത്തി നിർത്തി. ഈ സേതുവിനെ നളസേതു എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഭൂലോകത്തിൽ എന്നും ഇതിൻ്റെ പ്രശസ്തി നിലനിൽക്കും. രാമൻ്റെ ആജ്ഞയാൽ പർവ്വതത്തിലെ പാറകൾ കൊണ്ടാണ് ഈ ചിറ നിർമ്മിക്കപ്പെട്ടത്. ഇങ്ങനെ ചിറ കെട്ടിക്കഴിഞ്ഞപ്പോഴേ വാനരന്മാർ ലങ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ചിറയിലൂടെ ഒരു രഥം ലങ്കയിൽ നിന്നും വരുന്നത് കണ്ടു. രാക്ഷസേന്ദ്രനായിട്ടുള്ള രാവണൻ്റെ അഞ്ചനായിട്ടുള്ള വിഭീഷണൻ 4 മന്ത്രിമാരോടുമൊപ്പം അവിടെ വന്നു ചേർന്നതായിരുന്നു. മഹാനായിട്ടുള്ള രാമൻ വിഭീഷണനെ വളരെ സ്നേഹത്തോടു കൂടി തീരുമാനിച്ചു. പക്ഷേ സുഗ്രീവന് ഇവൻ ചാരനാണോ എന്നുള്ള ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ചേഷ്ടകളും സംസാര രീതികളും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ രാമഭക്തനാണെന്നുള്ള കാര്യം സുഗ്രീവന് താമസമില്ലാതെ തന്നെ ബോധ്യമായി. വിഭീഷണന്റെ അഭിപ്രായപ്രകാരം രാമൻ സേതുവിലൂടെ വാനര സൈന്യത്തിനോടൊപ്പം അക്കരയിലേക്കെത്തി. 1 മാസം കൊണ്ടാണ് വാനര സൈന്യം ആ ചിറയിലൂടെ മുഴുവനായും ലങ്കാതീരത്ത് എത്തിച്ചേർന്നത്. രാമൻ ലങ്കയിൽ എത്തിയ ഉടനെ തന്നെ വാനര സൈന്യം ലങ്കാനഗരത്തിന് മുമ്പിലുള്ള ഉദ്യാനങ്ങളെല്ലാം അടിച്ചു തകർത്തു. വലിയ വലിയ ഉദ്യാനങ്ങളായിരുന്നു അവയെല്ലാം. ഈ സമയത്ത് രാവണന്റെ അനുചരന്മാരായിട്ടുണ്ടായിരുന്ന ശുഗസാരണന്മാരെന്ന് പറയുന്ന രാക്ഷസന്മാർ കുരങ്ങന്മാരുടെ രൂപം ധരിച്ചിട്ട് ഈ സേനയുടെ ഇടയിൽ കയറിക്കൂടി. രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രാവണൻ പറഞ്ഞു വിട്ടതായിരുന്നു അവരെ. വിഭീഷണൻ ഇവരെ കയ്യോടെ തന്നെ പിടികൂടി. അവരെ പിടിച്ചു കെട്ടി ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെച്ചു. രാമൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ കുരങ്ങൻ്റെ രൂപം ഉപേക്ഷിച്ചിട്ട് രാക്ഷസന്മാരായിട്ട് തന്നെ രാമൻ്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു. തൻ്റെ മുമ്പിൽ അഭയം പ്രാപിച്ച രാക്ഷസന്മാരെ ശ്രീരാമ ഭഗവാൻ അവരെ ഒന്നും ചെയ്യാതെ തന്നെ വിട്ടയച്ചു. അനന്തരം ആ കടൽ പോലെയുള്ള വാനര സൈന്യത്തെ ലങ്കാപുരിക്ക് പുറത്തായിട്ട് ഒരുക്കി നിർത്തിയതിന് അതിനുശേഷം ബാലിപുത്രനായിട്ടുള്ള അങ്കദനെ ദൂതിന് വേണ്ടിയിട്ട് രാവണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.